ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ, അതൊരു ശരിയായ കാര്യമാണ്, ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ബിഗിനേഴ്സിന്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ഈ വീഡിയോ ഉപകാരപ്പെടും. ഇന്ന് എക്സ്പയറി ആണ്, 5 നിഫ്റ്റീൻ്റെ എക്സ്പയറി ഡേ ആണെന്ന് ചൊവ്വാഴ്ച. അപ്പോൾ മാർക്കറ്റ് ഓപ്പണായി ക്ലോസ് ചെയ്യുന്ന 3:30 വരെയുള്ള ടൈമിൽ ഇത് എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ്, ഓപ്ഷൻ ചെയിൻ, പ്രൈസ് വേരിയേഷൻ, മെൽറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ചെയ്യുന്ന സ്പോട്ട് പ്രൈസിൻ്റെ തൊട്ട് താഴെയുള്ള ഇത് വാങ്ങി, അതായത് 23,800 എന്നുള്ള ഇത് വാങ്ങിച്ചാൽ അതിനിപ്പോൾ 20 രൂപയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്നത്. അതാ 20 രൂപ, 21, 20, ഈ 23,800ൻ്റെ ഇപ്പുറമുള്ള 20, 85, 20, 15 ഇത് വാങ്ങിയാൽ ഇത് എത്ര രൂപ ലാഭം കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. ട്രേഡ് നമ്മൾ ചെയ്ത് കുറച്ച് ലാഭം വന്ന് അത് വിറ്റു വീണ്ടും വാങ്ങി, അപ്പോൾ മാക്സിമം നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, വാങ്ങാനും വെക്കാനും ചെയ്യാൻ പറ്റും, അത്രയും പ്രാവശ്യം നമുക്ക് ലാഭം ഉണ്ടാവും. പിന്നെ കോൾ ഓപ്ഷൻ്റെ ഭാഗമാണ് ഞാൻ സംസാരിക്കുന്നത്. കോൾ ഓപ്ഷൻ ഇതിപ്പോൾ തന്നെ 20 നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 23 എത്തി. അപ്പോൾ നമുക്ക് 1000 എണ്ണം, അതായത് 40 ലോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 1000 എണ്ണം നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒന്നിൻ്റെ വില 3 രൂപ കൂടുമ്പോൾ നമുക്ക് 3000 രൂപ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയിട്ട് സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3000 രൂപ ഇപ്പം ലാഭം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ലാഭം കൂടി വരുമോ എന്ന് നോക്കി നമ്മൾ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് വലിയ ലാഭം നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് വലിയ ലോസ് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ വെക്കുക. പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സമയം വീണ്ടും താഴേക്ക് പോകുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിപ്പോൾ 25, 26 ആയിട്ടുണ്ട്. അപ്പോൾ 6 രൂപ കൂടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1000 എണ്ണം ഉണ്ടെങ്കിൽ 6000 രൂപ പ്രോഫിറ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി കൂടുമ്പോൾ നമ്മൾ വിൽക്കുകയും ചെയ്യുന്നു, കുറയുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങുക വെക്കുക എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമുക്ക് ലാഭം ഉണ്ടാകും. പിന്നെ ഇത് കോൾ ഓപ്ഷൻ്റെ കാര്യമാകുമ്പോൾ ഇത് പ്രൈസ് മേലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ലാഭം ഉണ്ടാവുക. പുട്ട് ഓപ്ഷൻ ആണ് വാങ്ങുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. ഇപ്പം നമ്മൾ 26-ന് വിറ്റിട്ട് ഇപ്പോൾ നമുക്ക് 4 രൂപ ഉള്ള ലാഭം ഇപ്പോൾ 22 ആയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വീണ്ടും വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ 22, 24 പോയിട്ടുണ്ട്. 22-ന് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും 2000 രൂപ അങ്ങനെ ലാഭം വരും. ഇനി ഇതിപ്പോൾ 28 എത്തുവാണോ എന്ന് നോക്കാം. പ്രൈസ് കയറി വരുന്നുണ്ട്. 28 എത്തുവാണെങ്കിൽ നമ്മൾ 1000 എണ്ണം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 8000 രൂപ ലാഭം വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ 38, 39 കയറുന്നുണ്ട്, അതായത് 19 രൂപ അധികം. അപ്പോൾ 1000 എണ്ണം ഉണ്ട്, അപ്പോൾ 40 ലോട്ട് ഉണ്ടെങ്കിൽ 19,000 രൂപ അധികം വന്നു കഴിഞ്ഞു, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഞാനിപ്പോൾ വാങ്ങാത്ത എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഓൾറെഡി സ്റ്റോക്കിൽ കുറച്ച് 4 ലക്ഷത്തോളം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ മാർക്കറ്റൊക്കെ ഡൗണായി കിടക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ ഓപ്ഷൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ വാങ്ങാത്തത്. അതായത് ഇപ്പോൾ വാങ്ങി വെച്ച സ്റ്റോക്കൊന്നും വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇൻകമൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ചൊരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാത്തത്. പക്ഷേ ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് മനസ്സിൽ പേപ്പർ ട്രേഡ് ചെയ്യുന്ന നമുക്ക് അതുപോലെ ഇതിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര വാങ്ങിയെന്ന് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ, ഇനിയിപ്പോൾ 22 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ചാർട്ടെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഈ ഇത് ചാർട്ടിൻ്റെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതനുസരിച്ചിട്ടിരിക്കും. എന്തായാലും അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിപ്പോൾ അത് വീണ്ടും 21 വന്നിട്ടുണ്ട്. നേരത്തെ 38 വരെ പോയതാണ്.
റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ കോൾ ഓപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം പുട്ട് ഓപ്ഷനും കൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം കുറഞ്ഞ അതനുസരിച്ചിട്ട് അത്രയും പൈസ നമ്മൾ ഏത് ഇതാണോ വാങ്ങിച്ചിട്ട് സ്പോട്ടിൻ്റെ അടുത്താണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. ഈ ഭാഗം കൂടുമ്പോൾ അപ്പുറം കുറയും, അപ്പുറം കുറയുമ്പോൾ ഇപ്പുറം കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇത് സെൻട്രൽ ബാങ്കിൻ്റെ കുറേ ഷെയർ വാങ്ങിയിട്ടിട്ട് വില കൂടുന്നേയില്ല. അത് ഞാൻ നോക്കിയതാണ്. ഇപ്പോൾ എങ്ങനെയുണ്ടാവുക. ഇതിപ്പോൾ 1 മണിയായി, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 1 മണിയായപ്പോൾ നമ്മൾ നോക്കി വെച്ച 23,800ൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണെന്ന് വെച്ചാൽ 7 രൂപ സംതിങ് ആണ്. അതായത് 13 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി നിന്ന് ഇപ്പോൾ പ്രൈസ് ഇത് കയറി വരുമെന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ 13 രൂപ 13,000 രൂപ ലോസിലാണുള്ളത്. പിന്നെ ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടില്ല. അതിന് 3:30 വരെ ടൈമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇതിപ്പോൾ വിൽക്കാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ലോസിലായിരിക്കും. നമ്മളെ കയ്യിൽ പൊസിഷൻ നോക്കിയാൽ ഇപ്പോൾ ആ ലോസ് കാണിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇത് കൂടുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 0.24% കുറഞ്ഞിട്ടാണ് ഉള്ളത്. താഴേക്ക് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 7 രൂപയല്ലേ. അപ്പോൾ നമുക്ക് ഇത് ലോസ് വന്നാൽ മാക്സിമം പോയാൽ 20,000 രൂപയും പിന്നെ അതിൻ്റെ എക്സ്പെൻസേ വരും. പക്ഷേ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ 7 രൂപക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ 2 രൂപ മാർജിൻ എടുക്കാനുള്ള സമയമായി. അപ്പോൾ തന്നെ 2,000 രൂപ അങ്ങനെ ഇപ്പോൾ കിട്ടാനായി. പുതിയ ഇതായിട്ട് നമ്മൾ ഇപ്പം വീണ്ടും മാർക്കറ്റിൽ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വിചാരിച്ചാൽ ഈ 1 മണിയൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് കുറയും. അപ്പോൾ നമുക്ക് കൂടുതൽ ലോട്ട് വാങ്ങാൻ പറ്റും. കൂടുതൽ ലോട്ട് വാങ്ങുമ്പോൾ ഒരു ഷെയറിന് 1 രൂപ കൂടിയാൽ തന്നെ നമുക്ക് അത്രയും ലാഭം കിട്ടും. ഇതിപ്പോൾ 3.20 ഈ സമയത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ച് 23,800-ന് ഇപ്പം 123.20 രൂപ ഉണ്ടായിരുന്ന ഷെയറിന് ഇപ്പം 123.124 രൂപ വരെ കൂടിയിട്ടുണ്ട്. അതായത് 1000 ഷെയറിൽ നിന്ന് 1,04,000 രൂപയോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതായത് 40 ലോട്ടിൽ നിന്ന് ഒരു ദിവസത്തെ ലാഭം നമുക്ക് കിട്ടുക 1,04,000 രൂപ.